ലോകമെമ്പാടുമുള്ള കത്തോലിക്കരായ ക്രൈസ്തവ വിശ്വാസികളുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മാർപ്പാപ്പമാർ. മാർപ്പാപ്പയായി സ്ഥാനം ഏറ്റെടുക്കുന്നവരുടെ ശമ്പളവും ആനുകൂല്യവും അത്രത്തോളം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നതോടെ പുതുയുഗത്തിന്റെ തുടക്കമെന്നോണം ലോകം പുതിയ പോപ്പിനെ സ്വീകരിക്കാൻ തയ്യാറാകും. പോപ്പിന്റെ പദവി പോലെ തന്നെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആ പദവിക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും. പോപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്ന ലിയോ 14 ഏകദേശം $33,800 പ്രതിമാസ ശമ്പളത്തിന് അർഹതയുണ്ടെന്നാണ് ഫോർച്യൂൺ റിപ്പോർട്ട്. ഏകദേശം 28 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. അമേരിക്കൻ പ്രസിഡന്റ് കൈപ്പറ്റുന്ന ശമ്പളത്തോടൊപ്പം വരും ഇത്. പക്ഷേ മുൻ മാർപ്പാപ്പ ഫ്രാൻസിസ് പോപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ ശമ്പളം നിരസിച്ചവരാണ്. ഈ പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന് മുൻ മാർപ്പാപ്പമാർ ആവശ്യപ്പെട്ടിരുന്നു. ശമ്പളം കൈപ്പറ്റിയില്ലെങ്കിലും മിക്ക ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ജീവിതമാണ് വത്തിക്കാൻ പോപ്പുമാർക്ക് നൽകുന്നത്. ഭക്ഷണം, വ്യക്തിഗത വാഹനം, സ്വകാര്യ ഫാർമസി ഉൾപ്പെടെയുള്ളവയും ഇവർക്ക് ലഭിക്കാറുണ്ട്. മാർപ്പാപ്പമാർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാം വത്തിക്കാൻ ചെയ്തു കൊടുക്കാറുണ്ട്. നിലവിലെ പോപ്പ് വിടവാങ്ങുകയോ രാജിവെക്കുകയോ ചെയ്താലാണ് അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കുക. അങ്ങനെ പോപ്പ് പദവിയിലിരുന്ന് രാജിവെക്കുന്നവർക്കും വിവിധ ആനുകൂല്യങ്ങളുണ്ട്. വിരമിച്ച മാർപ്പാപ്പമാർക്ക് ഏകദേശം $3,300 പ്രതിമാസ പെൻഷന് അർഹതയുണ്ട്. കൂടാതെ ഭക്ഷണം, പാർപ്പിടം, ജോലിക്കാർ തുടങ്ങി ഒട്ടനവധി ആനുകൂല്യങ്ങൾ വേറെയും. വിരമിച്ച പോപ്പുമാർക്കും വത്തിക്കാനിൽ തന്നെ ജീവിക്കാനാകും. പരമ്പരാഗതമായി പോപ്പുമാർക്ക് താമസ സൗകര്യമൊരുക്കുന്നത് ഗ്രാൻഡ് അപ്പസ്തോലിക് പാലസിലാണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ വളരെ ലളിതമായ ഗസ്റ്റ് ഹൗസ് ആണ് താമസത്തിനായി തെരഞ്ഞെടുത്തത്. പുതുതായി തെരഞ്ഞെടുത്ത ലിയോ 14 മാർപ്പാപ്പ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ്. അമേരിക്കൻ പൗരനായതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള നികുതി ബാധ്യതകൾ അദ്ദേഹത്തെ തേടി വന്നേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് പല രാജ്യങ്ങളും ചെയ്യുന്നതുപോലെ വിദേശത്തുള്ള പൗരന്മാരെ അമേരിക്ക നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാറില്ല.